12,000 ഏക്കറുകൾ വിസ്താരമുള്ള കൊയ്ബ മധ്യ അമേരിക്കയിലെ ഏറ്റവും വലിയ ദ്വീപാണ്. വൻകരയിൽ നിന്നും ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുൻപ് അടർന്നു മാറിയ ഈ ദ്വീപിൽ 1500കളുടെ അവസാനം വരെ കൊയ്ബ കാസിക് എന്ന റെഡ് ഇന്ത്യൻസ് വസിച്ചിരുന്നു. അവരെ സ്പാനിഷുകൾ അടിമകളായി പിടിച്ചുകൊണ്ട് പോയതോടെ നൂറ്റാണ്ടുകളോളം ഈ ദ്വീപ് മനുഷ്യസ്പർശമേക്കാതെ തീർത്തും ഒറ്റപ്പെട്ട് നിലകൊണ്ടു. വീണ്ടും 1919 ഇങ്ങോട്ടേക്ക് മനുഷ്യൻ എത്തുന്നത്. പക്ഷേ ഇപ്രാവശ്യം എത്തിയത് തടവുകാരും അവരുടെ കാവൽക്കാരുമാണെന്ന് മാത്രം. പനാമൻ രാഷ്ട്രീയ തടവുകാരെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തുവാൻ നമ്മുടെ ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ പോലെ ഏകാധിപതികൾ കണ്ടുപിടിച്ച ഒന്നാന്തരം തടവറ അതായിരുന്നു ഇവിടം. പക്ഷേ ഇവിടെ സ്ഥിതി ആൻഡമാനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. നൂറ്റാണ്ടുകളായി ഒറ്റപ്പെട്ട് വിജനമായി കിടന്നിരുന്ന ഈ ദ്വീപിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടിരുന്നു. വൻകരയിൽ നിന്നും കുറ്റിയറ്റുപോയ പല ജീവിവർഗങ്ങളും ഇവിടെ മാന്യമായ നിലയിൽ കഴിഞ്ഞു പോന്നിരുന്നു. പ്രകൃതിയുമായി ഘോര സമരത്തിൽ ഏർപ്പെടാതെ മനുഷ്യന് പൂർണ്ണമായും നിലനിന്ന് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജയിലിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവിടെ സംരക്ഷണം ആവശ്യമായിരുന്നത് കാവൽക്കാർക്കായിരുന്നു. അവർ മതിലുകൾ കെട്ടി അതിനുള്ളിൽ താമസിച്ചു. കുറ്റവാളികളാകട്ടെ പുറത്ത് കൂടാരങ്ങളിലും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും കുറ്റവാളികൾക്ക് എളുപ്പം രക്ഷപ്പെട്ടുകൂടെ എന്ന് നാം സംശയിച്ചേക്കാം. പക്ഷേ നടക്കില്ല. കാരണം ഇടതൂർന്ന വനങ്ങൾ താണ്ടി മുതലകളുടെ വായിൽ നിന്നും രക്ഷപ്പെട്ട് തീരത്തെത്തുന്നവരെ കാത്തിരിക്കുന്നത് കൂറ്റൻ സ്രാവുകളാണ്. അന്നും ഇന്നും സ്രാവുകളുടെ വിഹാര കേന്ദ്രമാണ് കെയ്ബോ ദ്വീപ്. പ്രതികൂലമായ ഭൂപ്രകൃതി പോരാത്തതിന് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തടവുകാരും ഒരു സാധാരണ മനുഷ്യൻ ഒരു കാലത്തും തിരിഞ്ഞു നോക്കാൻ ഇഷ്ടപ്പെടാത്ത ശപിക്കപ്പെട്ട ദ്വീപായി മാറി കൊയ്ബ. ഭീതി കാരണം ടെന്റുകളുടെ പരിധി വിട്ട് തടവുകാരും ഇവിടെ നിന്ന് പോയിട്ടില്ല. അല്ലെങ്കിൽ പോയവരാരും തിരികെ വന്നിട്ടുമില്ല. ഇവിടുത്തെ തടവുകാരെ സംബന്ധിച്ചിടത്തോളം മരണശിക്ഷയായിരുന്നു കൊയ്ബയിലെ ജീവിതം. പ്രകൃതി കൊന്നില്ലെങ്കിൽ സഹതടവുകാർ കൊല്ലും എന്നതായിരുന്നു അവസ്ഥ. 2004 അവസാന തടവുകാരനെയും പറഞ്ഞയച്ച് കൊയ്ബ തടവറ എന്നേക്കുമായി പൂട്ടുമ്പോഴും ഈ ദ്വീപിലെ 80% വനങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ഒരു തരത്തിലുമുള്ള പര്യവേഷണങ്ങളോ ഗവേഷണങ്ങളോ നടക്കാതിരുന്നതിനാൽ കൊയ്ബയിൽ എന്തൊക്കെ തരം ജീവികളാണ് ഉള്ളതെന്ന് പോലും ആർക്കും അറിവില്ലായിരുന്നു. ഈ കന്യാവനങ്ങളെ സംരക്ഷിക്കുവാൻ 1992 ഇതൊരു നാഷണൽ പാർക്കായും 2005 യുനെസ്കോ ഈ ദ്വീപിനെ ഒരു വേൾഡ് ഹെറിറ്റേജ് സെറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെ ഗവേഷകർക്ക് ഇതൊരു പറുദീസയായി മാറി. പക്ഷേ ഈ ദ്വീപിൽ മരണപ്പെട്ട തടവുകാരെ അവിടെയും ഇവിടെയുമായി അടക്കിയിട്ടുണ്ട് എന്ന അറിവ് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കി. ഇവിടുത്തെ കാടുകളിൽ നിന്ന് അലർച്ചകളും മറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കഥകളിലൊന്നും കുലുങ്ങാതിരുന്ന ഗവേഷകർ ഈ ദ്വീപിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നു. നാഷണൽ ജോഗ്രഫിക് സൊസൈറ്റി ഒരു ബയോബ്ലിറ്റ്സ് പ്രോഗ്രാം കൊയ്ബോ ദ്വീപിനായി പ്രഖ്യാപിച്ചു. ഒരു പ്രത്യേക സ്ഥലത്തെ ജീവവർഗങ്ങളുടെ പഠനം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ലോകമെമ്പാടുമുള്ള ആളുകളുടെ സഹകരണത്തോടുകൂടി കൃത്യമായും വേഗതയോടെയും കൂടി ചെയ്തു തീർക്കുന്ന പരിപാടിയാണ് ബയോബ്ലിറ്റ്സ് പ്രൊജക്റ്റ്. അങ്ങനെ 30ഓളം ഗവേഷകരുടെ സഹായത്തോടുകൂടി ക്രിസ്റ്റ്യൻ സീഗ്ലർ എന്ന നാഷണൽ ജോഗ്രഫിക് ഫോട്ടോഗ്രാഫർ ഈ ദ്വീപിനുള്ളിൽ 40ഓളം ക്യാമറ ട്രാപ്പുകൾ വെച്ച് ഏകദേശം 1,00,000ഓളം ചിത്രങ്ങൾ എടുത്തു. എന്നാൽ തൽഫലമായി കിട്ടിയ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കൊയ്ബയിൽ കടവാതിലുകൾ മാത്രം 30 തരമുണ്ട്. 172ഓളം പക്ഷിവർഗങ്ങൾ. അതിൽ തന്നെ 21 വിഭാഗങ്ങൾ ഭൂമിയിൽ കൊയ്ബയിൽ മാത്രമേ കാണാൻ സാധിക്കൂ. ചുറ്റുമുള്ള കടലിലെ പവിഴപ്പുറ്റുകൾ പസഫിക് തീരങ്ങളിലെ ഏറ്റവും വലുതാണ്. അതിനാൽ തന്നെ ഇവിടെ കണ്ടെത്തിയ മീൻവർഗങ്ങൾ ഏകദേശം 760 തരമുണ്ട്. ക്രൂയിസ് ഷിപ്പുകളോ ഹെലികോപ്റ്ററുകളോ കൊയ്ബയിൽ ചെല്ലില്ല. കൊയ്ബ കാണേണ്ടവർ പനാമയിലെ സാന്താ കാറ്റലീനയിൽ നിന്നും ബോട്ട് പിടിക്കണം. ഒരു 90 മിനിറ്റ് യാത്ര. ഒരു രാത്രി പരമാവധി 60 പേരെയേ ഈ ദ്വീപിൽ താമസിക്കുവാൻ അനുവദിക്കൂ. കൊയ്ബ അഡ്വഞ്ചർ എന്നൊരു കമ്പനി ചെറിയൊരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇതിനടുത്തുള്ള ദ്വീപിലേക്ക് പറത്തുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ.
ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.